ഇരിക്കെ. 95, 96, 97, 98, 99, 100. ജസ്റ്റ് കുറച്ചുകൂടെ പിള്ളപ്പായ ഞാൻ കമലിനെ പോലെ ആവും. കമലിന്റെ ഡാൻസും മമ്മൂട്ടിയുടെ അഭിനയശേഷി കൂടെ ഉണ്ടെങ്കിൽ കസറും അല്ലേ ചാലു? ഒരു വാലും കൂടി വെച്ചാ ശരിക്കും കസറും. എടി നീ അങ്ങനെ തന്നെ കളിയാക്കൊന്നും വേണ്ട. ഒരു ദിവസം നീയും വരും ഒരു ഓട്ടോഗ്രാഫ് എന്റെ ഒപ്പ് വാങ്ങിക്കാൻ. ഓ പിന്നെ ടിങ്കു, Yes, മമ്മി. നീ അവിടെ എന്തെടുക്കുക? ഞാൻ ഇവിടെ എക്സർസൈസ് ചെയ്യാം മമ്മി. ഗുഡ്. കാലത്തെ എക്സർസൈസ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെ. നീ ഇങ്ങ് വന്നേ. എന്താ മമ്മി? നാളെ സുരേഷിന് പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. ഡാഡിയും രവിയും നീയും കൂടാണ് പോകുന്നത്. അയ്യോ അപ്പൊ സുരേഷ് ഏട്ടൻ വേണ്ടേ? വേണ്ട. പെണ്ണിന്റെ കുടുംബവും ചുറ്റുപാടുകളും അന്വേഷിച്ചറിയുന്നതിന് മുമ്പ് ചെറുക്കനും പെണ്ണും തമ്മിൽ കാണുന്ന സമ്പ്രദായമൊക്കെ അന്തസ്സുള്ള കുടുംബങ്ങൾക്ക് യോജിച്ചല്ല. പിന്നെ ഞാൻ നിന്നെ അയക്കുന്ന എന്തിനെന്നറിയോ? പെണ്ണ് കാണാൻ അല്ല, നിന്റെ ഡാഡി അവിടെ ചെല്ലുമ്പോ കൈ കിട്ടുന്ന സ്വീറ്റ്സ് ഒക്കെ വാരി തിന്നും, സിഗരറ്റ് വലിക്കും. അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയാ. അക്കാര്യം ഞാനേറ്റു. പിന്നൊരു കാര്യം, നീ അവിടെ ചെന്ന് വിഡ്ഢിത്തരങ്ങളൊന്നും വിളിച്ചു പോകരുത്. ഓ ഇവിടെ നിന്ന എന്റെ ലൈഫ് സ്പോയിൽ ആയത് തന്നെ. ഒരു സിനിമ നടനാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വല്ല പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചേരാന്ന് വെച്ചാൽ പൈസയില്ല. ദൈവമേ, ഒരു കൊച്ചു കലാകാരന്റെ കൂമ്പടയുന്നു. ഒരുങ്ങിക്കോ ഒരുങ്ങിക്കോ. ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങനെ പെണ്ണ് കാണാൻ വരുന്നവരുടെ മുമ്പിൽ ഫാഷൻ പരേഡ് നടത്താൻ. ഈ ഏർപ്പാടിന് എന്നെ കിട്ടില്ല. വരുന്നവരുടെ ഓരോ വിഡ്ഢി ചോദ്യങ്ങളും നോട്ടവും. പെണ്ണിന് കോങ്കണ്ണുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ? ഞാനാണെങ്കിലേ ആദ്യം ചെറുക്കനെ കണ്ട് ഇഷ്ടപ്പെട്ടാലേ ചെറുക്കനെയും പാർട്ടിയും വീട്ടിൽ കയറ്റു. കാര്യം വരുമ്പോ നീ അങ്ങനെ ചെയ്താൽ മതി. അതത്രേ ഉള്ളൂ. വിശ്വനാഥൻ, നമസ്കാരം. നമസ്കാരം. ഇരുന്നാട്ടെ. യാത്രയൊക്കെ സുഖമായിരുന്നു? അസുഖം വന്നേ പിന്നെ ആദ്യമായിട്ടാ ദൂരയാത്ര. ചേച്ചി, അവര് വന്നു തോന്നുന്നു. പാർട്ടി എങ്ങനെയുണ്ട് ഞാൻ നോക്കിട്ട് വരാം. നിങ്ങൾ ഫസ്റ്റ് ബെഡോ സെക്കൻഡ് ബെഡോ തേർഡ് ബെഡോ അന്വേഷിച്ചു എനിക്കെന്താ വേണ്ടത്? ഞാൻ കണ്ടിട്ട് നാളെ തിരിച്ചു കൊടുക്കും. അപ്പൊ കണ്ടാ മതി. ഓ, കൽപ്പനയായിരിക്കും. അതെ. ചെറുക്കനെ കുറിച്ച് അറിയാൻ ആകാംക്ഷയുണ്ടല്ലേ? അമ്മായി അച്ഛൻ കൊള്ളാം. ഒരു തറവാടിയുടെ എല്ലാ ലക്ഷണമുണ്ട്. പിന്നെ കൂട്ടത്തിൽ കൊള്ളാവുന്നൊരു സ്ത്രീയുണ്ട്. ചേട്ടന്റെ ഭാര്യയാകാനാണ് സാധ്യത. പിന്നൊരു പൊടിപ്പയനുണ്ട്. അവനെ കണ്ടാൽ അറിയാം ആളൊരു വട്ടുകേസാണെന്ന്. പിന്നെ ചേച്ചിയുടെ കാൻഡിഡേറ്റ് ഒരു മണ്ടൻസ് ലുക്കാണ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചേരും. അയ്യോ, ഇത് കേട്ട് ഹാർട്ട് ഫെയിൽ ഒന്നാവണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. ചെറുക്കൻ നല്ല റൊമാൻറ്റിക് ഹീറോയെ പോലുണ്ട്. ഒന്ന് ചിരിച്ചേ. അപ്പൊ നമുക്ക് മധുരത്തിൽ ആരംഭിക്കാല്ലേ? ഡാഡിക്ക് മധുരം കഴിക്കാൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാര് പറഞ്ഞു? മമ്മിയുടെ ഓർഡറാ.
എനിക്ക് ഷുഗറിന്റെ അല്പം കംപ്ലൈന്റ് അത് സാരമില്ല. നല്ലൊരു കാര്യത്തിനാവുമ്പോ അല്പം മധുരമൊക്കെ കഴിക്കാം, അല്ലേ ഉള്ളേ? വേണ്ട വേണ്ട, താൻ കിട്ടുന്ന മധുരമൊക്കെ വാരി വലിച്ച് തിന്നാലേ എനിക്ക് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പോഴേ എന്നാ വൈകിക്കണ്ട, തിരുവനന്തപുരം വരെ എത്തേണ്ടതല്ലേ, മോളെ വിളിക്ക്. നിന്നോട് ആരാടെ വീട്ടിൽ നോക്കി എഴുന്നേൽക്കാൻ പറഞ്ഞേ? മമ്മി പറഞ്ഞിട്ടോ? മുന്റെ മമ്മി ഓട്ടടോ, തന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പത്മാവതി അമ്മ അങ്ങനൊക്കെ പറയുന്നത്. മനുഷ്യനെ നാണം കെടുത്തിയില്ലേ? ഞാൻ ഭാര്യയുടെ അടിമയാണെന്നല്ലേ അദ്ദേഹം കരുതൂ. എടോ, എല്ലാ വലിയ വീടുകളിലെയും ഭർത്താക്കന്മാര് ഭാര്യമാരുടെ അടിമയായിരിക്കും. ഭാര്യയുടെ അടിമയാകുന്നൊരു സുഖമാണോ. കല്യാണം കഴിക്കാത്തത് എനിക്ക് എങ്ങനെ അറിയാം? അത് പെൺകുട്ടികളായാൽ ഇങ്ങനെ അടക്കോ ഒതുക്കോ ഒക്കെ വേണം. മോളിരിക്കെ. ഞാനാണ് സുരേഷിന്റെ അച്ഛൻ. ഇത് അവന്റെ ചേട്ടന്റെ ഭാര്യ ഗീത. അതെന്റെ ഇളയ സന്തതി ടിങ്കു. പേര് ടിങ്കു എന്നാണെങ്കിലും സ്വഭാവം മങ്കിയുടെയാ. വലിയ സിനിമാ കമ്പക്കാരനാ. ഇത് സുരേഷിന്റെ അനിയൻ ജയി, ഡോക്ടറാ. അപ്പൊ ചെറുക്കം വന്നില്ലേ? അല്ല, അവൻ വരായിരുന്നു. അപ്പഴാ ഇൻകം ടാക്സിന്റെ പ്രോബ്ലം. ലക്ഷക്കണക്കിന് രൂപയുടെ പ്രശ്നം പോകാതിരിക്കാൻ പറ്റുമോ? ഇൻകം ടാക്സിന്റെ പ്രോബ്ലം ഒന്നുമല്ല. ചെറുക്കൻ ആദ്യം പെണ്ണിനെ കാണാൻ പോകുന്നത് അന്തസ്സാടാണെന്നാ മമ്മി പറഞ്ഞത്. അതാ ചേട്ടൻ വരായിരുന്നത്. മതി മതി, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും. സംസാരിക്കട്ടെ. ഇവിടുത്തെ തോട്ടത്തിൽ കുറച്ച് നല്ലൊന്നും ചെടികൾ കണ്ടു. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാൻ പോകാം. ആട്ടെ, വന്നതെ. രവിക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്താ ഡോക്ടർ സാർ വല്ലാതെ വേർക്കുന്നത്? ഭയങ്കര ചൂട്. ഈ സമയത്ത് വേർക്കേണ്ട ചേച്ചിയാ. അല്ല, ഒന്നും ചോദിക്കാനില്ലേ? ഏതുവരെ പഠിച്ചു? എന്നെ. ഏതാ സബ്ജക്ട്? മലയാളം. ഏത് കോളേജിലാണ് പഠിച്ചത്? സെയിന്റ്. സോറി മാഡം, നിങ്ങൾ എന്നെങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ? ചേച്ചിക്കും കൂടെ എന്തെങ്കിലും പറയാനൊരു അവസരം കൊടുത്തൂടെ? നിങ്ങൾ മണവളം ചെറുക്കിന് ഡമ്മിയായിട്ടല്ലേ വന്നത്? അപ്പൊ പിന്നെ ഞാനും ചേച്ചിയുടെ ഡമ്മി വന്നാൽ എന്താ തെറ്റ്? എന്തെങ്കിലും ഉച്ചത്തിൽ ചിരിക്കുന്നത്? എന്താ ചിരിച്ചൂടെ? ചിരിക്കാം. ഏതായാലും പെണ്ണ് കാണാൻ മമ്മി വരാതിരുന്ന ഭാഗ്യം. എങ്കിൽ ഈ ആലോചന ഇവിടെ വെച്ച് തീർന്നേനെ. ഭഗവാനേ. ഹലോ, ഈ ലോകത്തിലൊന്നും അല്ലെന്ന് തോന്നുന്നു. അടുത്ത മാസം പാർട്ടി ഇവിടുന്ന് ബാക്കപ്പ് ചെയ്യുമല്ലോ. ആര്? അങ്കിൾ പറഞ്ഞത് കൊളിച്ചിരുന്ന് കേട്ടിട്ട് പെണ്ണ് പൊട്ടങ്ങളി കളിക്കുന്നു. ഓടി. മോളെന്താ വീട്ടിരിക്കുന്നത്? ഉറങ്ങാറായില്ലേ? നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ഡാഡി. ഒന്നുമില്ല, നീ ഇവിടെ ഇങ്ങനെ അടങ്ങിയിരിക്കില്ലെന്ന് ഡാഡിക്ക് അറിഞ്ഞൂടെ? ഡാഡി, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായില്ലേ? അതെ. എന്നിട്ട് ഇതുവരെ ചേച്ചിക്ക് ഒന്നിങ്ങോട്ട് വരാൻ തോന്നിയില്ലല്ലോ. എനിക്ക് ചേച്ചി ഇല്ലാതെ ബോറടിക്കുന്നു ഡാഡി. വിവാഹം കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണ് മോളെ. അവർക്ക് ഭർത്താവായി, അവരുടെ കാര്യങ്ങളായി. നിന്റെ വിവാഹം കഴിയുമ്പോഴേ നിനക്ക് മനസ്സിലാവും. മോൾക്ക് ശ്രീദേവിയെ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ വരെ ഒന്ന് പോയിട്ട് വാ. അവരുടെ വിശേഷങ്ങളും അറിയാം. നിനക്കിപ്പോ വെക്കേഷൻ അല്ലേ? കോളേജ് തുറക്കാൻ 2 മാസം ഉണ്ടല്ലോ. ഞാൻ പോയ ഡാഡി ഇവിടെ ഒറ്റയ്ക്ക്. അതിനിവിടെ വേലക്കാരില്ലേ മോളെ? എന്ന് ഞാൻ പോട്ടെ ഡാഡി. നാളെ ഞായറാഴ്ചയല്ലേ? കാലത്ത് വണ്ടിക്ക് തന്നെ പോയിക്കോ. മോള് വരുന്നുണ്ടോന്നുള്ള വിവരത്തിന് ഞാൻ ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് പറയാം. വേണ്ട വേണ്ട, ഫോൺ ചെയ്തൊന്നും പറയണ്ട. ഞാൻ ചെല്ലുന്നത് ചേച്ചിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ.
സോറി മമ്മി. ഈയിടെയായിട്ട് വാര്യർക്ക് കൈപ്പുണ്യം ഏറിയിട്ടുണ്ട്. കറിക്കൊക്കെ നല്ല രുചി. ഇപ്പൊ കറിയൊക്കെ വയ്ക്കുന്നത് ശ്രീദേവി ഡാഡി. ആ നമ്മളെ അതാ ഒരു രുചി വ്യത്യാസം. വാര്യരെ ആരാണെന്ന് നോക്കൂ. ത്രിവിക്രമപിള്ള ആയിരിക്കും. ചേച്ചിയുടെ ഹായ് ചേച്ചി. എന്താ സാറേ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന് കിട്ടിയപ്പോ ഡാഡി വീടൊന്നും വേണ്ടുന്നല്ലേ? ചേച്ചി ഒന്ന് കൊഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ. അയ്യോ ഞാൻ മറന്നു പോയാണ്, സോറി. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് ആന്റി. ഹായ് ശാലിമോളെ, മോളി ആന്റി അറിയോ? അറിയാം. മിടുക്കി. അയ്യോ ആന്റി മോൾക്ക് സ്വീറ്റ്സ് വാങ്ങിച്ചോണ്ടിരാൻ മറന്നുപോയി. സോറി മോളെ. സാരില്ല ആന്റി. വരുന്ന വിവരം ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി അയക്കുമായിരുന്നല്ലോ. ആന്റി എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഷോ എന്തൊരു വിശപ്പ്. മഞ്ജു പുറത്തുനിന്ന് മരുന്നല്ലേ, കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട്. മഞ്ജു ഞാൻ രാവിലെ കുളിച്ച് ഫ്രഷ് ആയതാ, കൈയൊക്കെ ക്ലീനാ. എങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചുകൂടെ? നിന്നുകൊണ്ടാണോ കഴിക്കുന്നത്? എങ്ങനെ കഴിച്ചാലും വയറ്റിലേക്കല്ല ആന്റി പോകുന്നത്. മഞ്ജു ഹലോ, ഹൗ ആർ യു മാൻ? ആ പിന്നെ എങ്ങനെയുണ്ട് ഡോക്ടർ ജീവിതമൊക്കെ? ഇപ്പൊ വീഡിയോ കേസിട്ടൊന്നും വാങ്ങാൻ പോകാറില്ലേ? ആ അന്നത്തെ ഫസ്റ്റ് ബ്ലഡ് കണ്ടോ? ഇല്ല. അയ്യോ കാണണം, എന്ത് ബെസ്റ്റ് പടമാണെന്നറിയോ? ലഗേജ് ഒന്നും കൊണ്ടുവന്നില്ലേ? ടാക്സിലുണ്ട്. എന്നിട്ടാണോ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ് ആ ലഗേജ് ഒന്നും എടുത്തു വെപ്പിക്കാം. പിന്നെ ടാക്സിക്കാരന് കാശ് കൊടുത്തിട്ടുണ്ട്, ബാലൻസ് വാങ്ങിച്ചോളൂ പ്ലീസ് ഡോക്ടർ. പോയിട്ട് വരൂ. വരെ. ശ്രീദേവി, മഞ്ജുനെ വിളിച്ച് നിന്റെ മുറിയിൽ കൊണ്ടുപോകും. ഭക്ഷണം ഞാൻ അവിടെ കൊടുത്തയക്കാം. ഞാൻ ഇവിടെ നിന്ന് കഴിച്ചോളാം. വീണ്ടും നേരത്തെ വരും. നീ എന്തി കാണിച്ചത്? ഇങ്ങനെ ഒച്ച വെച്ച് ചിരിക്കാനും സംസാരിക്കാനും നമ്മുടെ വീടാണെന്നാണോ നിന്റെ വിചാരം? എല്ലാത്തിനും അടുക്കും ചിട്ടയും ഡിസിപ്ലിനും ഒക്കെയുള്ള ഒരു വീടാണിത്. എന്താ 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 സംസാരിക്കാൻ പോലും പാടില്ലെന്നോ? ഇവിടെ എന്താ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു? മോൾ എങ്ങനെ ഇവിടെ കഴിച്ചു കൂട്ടുന്നു? സമ്മതിക്കണം. എനിക്കിവിടെ ഒരു കുറവുമില്ല. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവുള്ളപ്പോൾ മറ്റെന്ത് കുറവുണ്ടെങ്കിലും അതെനിക്ക് സഹിക്കാനേ ഉള്ളൂ. ചേച്ചിയുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ചേച്ചി ഇവിടെ പേടിച്ച് കഴിയാണെന്ന്? ചേച്ചിയെ പെണ്ണ് കാണാൻ ചേട്ടനെ അയക്കാതിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ സ്ത്രീഭരണമാണെന്ന്. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പോഴേ നോക്കിയും കണ്ട് നിന്നില്ലെങ്കിലേ ചേച്ചിയെയും ചേട്ടനെയും ചിലപ്പോ ആന്റി രണ്ടു മുറി കിടത്തി ഉറക്കും. ഒന്ന് പതുക്കെ പറയടി, ഒന്ന് കേൾക്കണ്ട. ഓ പിന്നെ കേട്ടാലെന്താ, എന്റെ മൂക്ക് ചെത്തു. ആ ഫോറസ്റ്റ് അങ്ങനെ ഇനി ഒന്ന് കാണട്ടെ. കല്യാണം കഴിഞ്ഞ പിന്നെ ആളെ കണ്ടിട്ടേ ഇല്ല. ഇത് കുറെ ഉണ്ടല്ലോ. ലക്ഷണം കണ്ടിട്ട് പെർമനന്റ് സ്റ്റേ ആണെന്ന് തോന്നുന്നു. എന്റെ വെക്കേഷൻ 2 മാസം, അത് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതിനു മുമ്പ് മമ്മി ഇവിടുന്ന് പാക്ക് ചെയ്യാതിരുന്നാ മതി. ഇതാ ബാലൻസ്. ആ വെച്ചോളൂ, ലഗേജ് ഒക്കെ എടുത്തതല്ലേ. മഞ്ജു, നീ വന്നു കയറുന്നതിന് മുമ്പ് തുടങ്ങിയോ? സോറി രവി. സാരമില്ല ചേട്ടത്തിയമ്മേ, ഇതേ തലക്കിട്ട് കണ്ട് കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. എന്താ മഞ്ജു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? 2 ദിവസം ചേച്ചിയുടെ കൂടെ കഴിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ പോലീസ് ചിട്ടയൊക്കെ കണ്ടിട്ട് ഒരു ശുദ്ധികലശം നടത്തേണ്ടി വരുമെന്നാ തോന്നുന്നത്. ദേ, എത്ര ദിവസം വേണമെങ്കിലും എന്റെ മോൾ ഇവിടെ നിന്നു. ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. എനിക്കിവിടെ ജീവിക്കേണ്ടതാ. ചേച്ചി ഒന്ന് ചുമ്മാ ഇരി. ഇതേ 20th സെഞ്ചുറിയാ.